വൈകുന്നേരം 4:30 മണി. സാധാരണ പ്രഭാതത്തിലെ ഉംറയാണെങ്കിൽ വൈകുന്നേരത്തിൽ ഏതെങ്കിലും സിയാറകൾ പതിവാണ്. അങ്ങനെ ഇന്ന് ഞങ്ങൾ പരിശുദ്ധമായ ഹറമിൻ്റെ മുൻവശം പരിചയപ്പെടാം. അതുപോലെ തന്നെ ക്ലോക്ക് ടവറിലെ കാഴ്ചകൾ കാണാം. അങ്ങനെ തുടങ്ങിയുള്ള ഉദ്ദേശത്തോടുള്ള യാത്രയാണ്. നമ്മുടെ ഫുന്ദുക്കിലേക്ക് ഇലക്ട്രിക് വാഹനമുണ്ട്. അത് എപ്പോഴും ലഭ്യമല്ല എങ്കിലും കാര്യമായ സമയങ്ങളിലൊക്കെ ജമാഅത്തിന് നേരത്തെല്ലാം അത് ലഭ്യമാണ്. പ്രിയപ്പെട്ട ഉപ്പമാരെല്ലാവരും സന്തോഷത്തോടെ ആ ഇലക്ട്രിക് വാഹനത്തിൽ പോകുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. പരിശുദ്ധമായ മത്താഫിലേക്ക് വളരെ ചുരുങ്ങിയ ദൂരമേ നമ്മുടെ ഫുന്ദുക്കിൽ നിന്നുള്ളൂ. നോക്കൂ അങ്ങോട്ടായി ആ കാണുന്ന ബിൽഡിംഗ് ഇടയിൽ കാണുന്ന ആ ഒരു പള്ളി, അവിടെ അടുത്ത് തന്നെ നമ്മുടെ റൂമുള്ളത്. ഏതായാലും നമ്മൾ നടന്ന് പോകുന്ന വഴിയിലായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ടീം ഷാദുലി സിയാറയുടെ ടീമിനെ കണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാലങ്ങളെ യാത്രാ ഫീൽഡിൽ പരിചയമുണ്ട്. സിയാദ് ഉസ്താദ്, മാഷാ അല്ലാ. നമ്മളിപ്പോൾ മസ്ജിദുൽ ഹറാമിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് അല്ലേ? മസ്ജിദുൽ ഹറാമാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ഹറമിൻ്റെ ഹദ് പറഞ്ഞില്ലേ, ഹറമ് ഹില്ല് പറഞ്ഞില്ലേ? അപ്പോൾ ഹറമിൻ്റെ ആ ഹില്ല് കഴിഞ്ഞാൽ ഹറമിൻ്റെ ബൗണ്ടറി, അതിൻ്റെ ഒരു ഹദ്ദാണ് ഈ കാണുന്ന സ്ഥലം. അതായത് ഇവിടം വരെയുള്ള സ്ഥലങ്ങൾക്കാണ് ഒരു റക്കായത്തിന് 1,00,000 റക്കായത്ത് നിസ്കരിച്ച കൂലി. നമ്മൾ പറഞ്ഞ ഹില്ല് തീരില്ല, ആ ഹില്ലിൽ നിന്ന് ആരംഭിച്ചു ഈ മസ്ജിദുൽ ഹറാമിൻ്റെ തുടക്കം വരെ, മസ്ജിദുൽ ഹറാം മുതൽ അങ്ങോട്ട് ഈ കാണുന്ന മുഴുവൻ കെട്ടിനകത്തുള്ള സ്ഥലങ്ങളിലാണ് ഒരു റക്കായത്തിന് 1 കോടി റക്കായത്ത് നിസ്കരിച്ച കൂലി എന്നുണ്ട്. അതുപോലെ 10 ലക്ഷം റക്കായത്ത് നിസ്കരിച്ച കൂലി എന്നുണ്ട്. എന്തായാലും വലിയ പവിത്രതയുള്ള സ്ഥലം. എന്നാണ് ആ ചോമ്പറിൻ്റെ അങ്ങോട്ടാണ്. ഇനി നമ്മൾ സഈ ചെയ്യുന്ന ഇടമുണ്ടല്ലോ, സഈ ചെയ്യുന്ന സ്ഥലം, അത് മസ്ജിദുൽ ഹറാമിൽ പെട്ടതല്ല, കഅബയിലും പെട്ടതല്ല. അതുകൊണ്ട് അവിടെ നിങ്ങൾ നിസ്കരിച്ച സാധാ കൂലി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലെ ഉള്ളൂ. ഈ ഒരു പവിത്രത അവിടെ ഇല്ല. പരിശുദ്ധമായ ഹറമിൻ്റെ മുറ്റത്തുള്ള ഒന്നാണ് ക്ലോക്ക് ടവർ എന്നുള്ളത്. ഈ പരിശുദ്ധമായ ഇരു ഹറമു എന്ന് പറയുമ്പോൾ മക്കയും മദീനയും രണ്ടിൻ്റെയും കൂടെ വികസനത്തിന് വേണ്ടി എന്തായാലും അവിടെ എഴുതിച്ച വഖഫുൽ മലിക് അബ്ദുൽ അസീസ് ലിൽ ഹറമൈനി ഷരീഫൈൻ, അതായത് അബ്ദുൽ അസീസ് രാജാവ് ഇവിടെ ഭരണം നടത്തിയ കാലത്ത് അവരുടെ മകന് മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടു പോയപ്പോൾ അവരുടെ പേരിൽ ഇരു ഹറമുകൾക്കും വേണ്ടിയിട്ട് അവർ ഹദിയ ചെയ്ത ഒന്നാണ് ക്ലോക്ക് ടവർ എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഈ ക്ലോക്ക് ടവറിൽ ഏറ്റവും മുകളിലേക്ക് പ്രവേശനം ആർക്കും ഇല്ല എന്ന സാധാരണക്കാർക്കില്ല, നമുക്കും ക്യാഷ് ഉണ്ടെങ്കിൽ പോവാം. അവിടെ മുകളിൽ ചിലയിടങ്ങൾ പറയപ്പെടുന്നതായി കാണാം, ഒരു ദിവസം തന്നെ താമസിക്കണമെങ്കിൽ ഇന്ത്യൻ മണി ശരാശരി 5-6 ലക്ഷം റുപ്യ വേണം നിൽക്കുക. അള്ളാഹു ആലം, ഞാൻ താമസിച്ചില്ല. ഏതായാലും ഈ ക്ലോക്ക് ടവർ ഇവിടെ ഹറമിൻ്റെ അതിർത്തി 12 കിലോമീറ്ററാണ്. 12 കിലോമീറ്റർ ബൗണ്ടറി മുഴുവൻ എന്ത് ചെയ്യും, ഈ ക്ലോക്ക് ടവർ കാണും. മനസ്സിലായില്ലേ? അതായത് ഹറം തുടങ്ങിയാൽ തന്നെ ക്ലോക്ക് ടവർ കാണും. ക്ലോക്ക് ടവറിന് ഏറ്റവും മുകളിൽ ക്ലോക്ക് ഉണ്ടല്ലേ, ആ ക്ലോക്കിൽ എല്ലാ മാസവും മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ പച്ച ലൈറ്റ് മുഴുവനായി കത്തും. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കറക്റ്റ് കാണാൻ കഴിയും. ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം മാസപ്പിറവി സമയം അല്ലാത്തതുകൊണ്ടാണ് പച്ച ലൈറ്റ് കാണും. ഓരോ ജമാഅത്തിൻ്റെ സമയത്തും അവിടെ എന്ത് ചെയ്യും, പച്ച ലൈറ്റ് കത്തും. അതിലിങ്ങനെ സൂചി ഉണ്ടല്ലോ, ഒരു സൂചി തന്നെ 12 മീറ്റർ ദൂരം ഉണ്ട്. അത്ര 1 മീറ്റർ അത്ര 12 മീറ്റർ ദൂരം ഒരു സൂചിക്കുണ്ട്. മനസ്സിലായില്ലേ? സെക്കൻഡ് സൂചി ഇല്ല, മിനിറ്റും മണിക്കൂറുള്ളത്. 12 മീറ്റർ ദൂരം ആ ക്ലോക്ക് ടവറിൽ എന്തുണ്ട്, സൂചിക്കുണ്ട്. ക്ലോക്ക് ടവറിനെ കുറിച്ചെല്ലാം കേട്ടതിന് ശേഷം നേരെ ക്ലോക്ക് ടവറിന്റെ അകത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കാഴ്ചകൾ കാണാം, കണ്ണിറയെ കണ്ടുണരാം, കണ്ട കിനാക്കൾ പുലരാൻ ഹസന ട്രാവൽസ്. കാഴ്ചകൾ കാണാം, കണ്ണിറയെ കണ്ടുണരാം, കണ്ട കിനാക്കൾ പുലരാൻ ഹസന ട്രാവൽസ്. വിശ്വാസത്തിൻ സാക്ഷ്യങ്ങൾ, വിശ്രുത സേവന ചരിതങ്ങൾ, വിശ്വാസത്തിൻ സാക്ഷ്യങ്ങൾ, വിശ്രുത സേവന ചരിതങ്ങൾ, മാതൃകയായി മഹിമയിലും ഹസന ഹോളിഡേയ്സ്. ഹസന ഹോളിഡേയ്സ്, കൂടെ എന്നും ഹാപ്പി ഡേയ്സ്. ഹസന ഹോളിഡേയ്സ്, കൂടെ. എന്താണ് ക്ലോക്ക് ടവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി മാത്രം പ്രായമുള്ള മനസ്സിലായില്ല. അതായത് ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ബിസിനസ് സ്ഥാപനം പറഞ്ഞില്ലേ, അതായത് ഹറമിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അബ്ദുൽ അസീസ് രാജാവ് കൊടുത്താൽ പറഞ്ഞല്ലോ അല്ലേ. ഇതിനകത്ത് ഷോപ്പിംഗ് മാളുകളും അതുപോലെ തന്നെ VIP ആയിട്ടുള്ള ഓരോ റൂംസും കാര്യങ്ങളും അക്കോമഡേഷൻ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഓക്കെ, ഇതിന് മുകളിൽ താമസിക്കാൻ നല്ല സൗകര്യങ്ങളുണ്ട്. ഇതിന് മുകളിൽ തന്നെ പല പള്ളികളുണ്ട്. നമുക്കിപ്പോൾ ഒരു പള്ളി പോവാം, അതിൻ്റെ മുകൾക്ക് വീണ്ടും വേറെ പള്ളികളുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവിധ, അതായത് നമ്മുടെ നാട്ടിൽ ലുലു മാളില്ലേ, അതുപോലത്തെ ഒരു സംഗതിയാണ് ക്ലോക്ക് ടവർ എന്നുള്ളത് കേട്ടോ. ഓക്കെ, നല്ലൊരു പുലരുകളുള്ളൊരു ലോകം കണ്ണിൽ കാണാലോ,
കാഴ്ചകൾ കാണാം, കണ്ണിറയെ കണ്ടുണരാം, കണ്ട കിനാക്കൾ പുലരാൻ ഹസന ട്രാവൽസ്. മക്ക മദീന ഉംറ സിയാറത്ത് ചെയ്ത് മനം ഹംദുരുവിടണോ, മുത്ത് നബി തൻ പാദസ്പർശനമേറ്റു. ടവറിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ക്ലോക്ക് ടവറിൻ്റെ 9ാം നിലയിലും 10ാം നിലയിലുമുള്ള പള്ളിയിലേക്കുള്ള നടത്തത്തിലാണുള്ളത്. സ്ത്രീകൾക്ക് വേറെ മസ്ജിദ്, പുരുഷന്മാർക്ക് വേറെ പള്ളി. 2 പള്ളിയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൻ്റെ മുകളിലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ഉമ്മമാരെല്ലാവരും നടന്ന് ആ കാഴ്ച കാണാൻ വേണ്ടി പോവുകയാണ്. ക്ലോക്ക് ടവറിനകത്തു നിന്നും അവിടുത്തെ പള്ളിയിൽ നിന്നും പരിശുദ്ധമായ ഹറമിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നടന്നത് നേരെ പരിശുദ്ധമായ ഹറമിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ നമ്മൾ ഉമ്മമാർക്ക് ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച വല്ലാത്തൊരു സന്തോഷകരമായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മുകൾ വശത്ത് നിന്ന് മത്വാഫിൻ്റെ ഏറ്റവും മുകളിൽ കയറി പരിശുദ്ധ കഅബയുടെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഒന്ന് കണ്ടു നോക്കണം. ഇനി നല്ലൊരു പുലരുകളുള്ളൊരു ലോകം കണ്ണിൽ കാണാലോ, കണ്ണിൽ കാണാലോ. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേയ്സ്. വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേയ്സ്. മഖബൂലും മബ്റൂറും ഉംറ സിയാറത്ത് ചെയ്യാം. പരിശുദ്ധമായ മത്വാഫിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഒത്തിരി മനോഹരിത എന്ന് പറഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെടില്ല. കാരണം അത്ര കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ്. കാരണം മുത്തു മുഅ്മിനീങ്ങൾ ഒരുപാട് പേര് തവാഫുകൾ ചെയ്യുന്ന രംഗം അത് നമ്മുടെ ഉമ്മമാരും ഉപ്പമാരൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാവർക്കും വലിയ സന്തോഷമായി ഓരോ മുക്കുമൂലകളെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്തു. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഈ കാണുന്ന നിങ്ങളുടെ ഒരു വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് നമ്മുടെ വീഡിയോ അയക്കാൻ മറക്കരുത്. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.